ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. വട്ടവടയാണ് കേട്ടോ പ്ലേസ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ മോർണിംഗ് പോയിട്ട് ഇന്നൊരു നൈറ്റ് സ്റ്റേ, പിന്നെ നാളെ രാത്രി ആകുമ്പോഴത്തേക്കും റിട്ടേൺ വരും. അപ്പോൾ ഇന്ന് മൂന്നാറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, നാളെ വട്ടവട എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെഡിയായി, എല്ലാവരും റെഡിയായി എന്ന് പറഞ്ഞിട്ട് എന്തായാലും നോക്കും വേർത്തൊലിക്കലാണ്. ഭയങ്കര ചൂടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. ഞാൻ എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്. പിന്നെ മമ്മയുടെ ഉമ്മയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ മമ്മയുടെ അനിയത്തി കൊച്ചുണ്ട്. അത്രയും പേരുള്ളൂ. ആൻറ്റി ഐസോ ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് പോണത്. ഇക്കാക്ക് വരാൻ പറ്റില്ല, ആൻറ്റിയുടെ ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, മൂത്ത മോനും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോണത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ ഇട്ടതാണ് കേട്ടോ മെഹന്തി. 2 കയ്യിലും മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഐഷ ഇട്ട് തന്നെയാണ്, ആ കൂടെ സിസ്റ്റർ ഇട്ട് തന്നെയാണ്. അടിപൊളിയായിട്ടില്ലേ? ഇത് ഇന്നലെ ഞാൻ ഇട്ടേട്ടാ രാത്രി. ഇന്ന് ഞങ്ങൾ ഒരു കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഒരു ഓർഗാനിക് കോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ മെഹന്തിയൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ട് ആൻറ്റിനെയും ഐസത്തിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വട്ടവടയാണ് പോണത്. പിന്നെ ഇന്ന് മൂന്നാർ, നാളെ വട്ടവട, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പാണ്. ഇതുവരെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. ഒരുപാട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ മമ്മയാണെങ്കിലും മമ്മയുടെ ഉമ്മയൊക്കെയാണ് ഫസ്റ്റ് ടൈമാണ് മൂന്നാറൊക്കെ കാണാൻ പോണത്. അവർ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ ട്രിപ്പൊന്നും പോകാറില്ല. ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ നമുക്കങ്ങനെ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല, സത്യം പറഞ്ഞാൽ. അതാണ് കാര്യം. പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ എല്ലാ ട്രിപ്പിലും ഞങ്ങൾ വിടാറുണ്ട്. എൻ്റെ അനിയന്മാരെയൊക്കെ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഫാമിലി ഇവരൊന്നും പോയിട്ടില്ല, പാരൻസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ പറ്റിയേക്കണം. അപ്പോൾ അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ അങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ കുഞ്ഞി വാവയും കൂടെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായത്. പിന്നെ മൂന്നാറിലെ കേസ് പറയാനാണെങ്കിൽ ഇത് സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ചൂടുമില്ല, നേരിയൊരു തണുപ്പ്, അത്രേ ഉള്ളൂ. സീസൺ ടൈമിലൊക്കെ നല്ല തണുപ്പല്ല, നല്ലതല്ലേ പോകാൻ വേണ്ടിയിട്ട്. ഇത് നേരിയൊരു തണുപ്പ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ, ഒരാൾ മമ്മി മേടിച്ചോ, കരിക്ക് മേടിച്ചോ, ഒരെണ്ണം കൂടെ വേണം ആൻറ്റി. എടാ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 20 മിനിറ്റോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോഴാണ് ഈ ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു മുകളിലേക്ക് ഒരു സ്റ്റെയർ പോലെ ഉണ്ട്. അതിൻ്റെ മുകൾ വശത്ത് നല്ലൊരു വ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇവിടെ നിന്ന് നേരെ പോയത് റൂമിലേക്കാണ്. റൂമിൽ പോയിട്ട് ലഞ്ചും കൂടെ കഴിച്ചിട്ട് മൂന്നാർ ടൗണും ബാക്കിയുള്ള ഏരിയയൊക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മുടെ റൂമിൽ നോക്കണ വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കണമെങ്കിൽ മൊത്തം ചെറിയ ചെറിയ കിളികളുടെയും അങ്ങനത്തെ ഒച്ചകൾ മാത്രമായിരുന്നു ഈ ഒരു ടൈമായിട്ടും അങ്ങനെ. അപ്പം നാളെ രാവിലെ എണീച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പം അമ്മ അതൊക്കെ സെർവ് ചെയ്തിട്ട് ഞങ്ങൾ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പപ്പട ഇഷ്ടമാണോ കമ്മുക്ക്? പപ്പട ഇഷ്ടമാണോ കമ്മു? അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചോറും പിന്നെ ബീഫ് കറിയും, പരിപ്പുണ്ടായിരുന്നു, ക്യാബേജ്, ഉണക്കമീൻ, പിന്നെ ഉപ്പുമാങ്ങ,
പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് അങ്ങനെ ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കും വാരി വലിച്ചൊന്നും അങ്ങനെ വിശക്കേ ഇല്ല, കഴിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് വേണ്ട കുറച്ച് കറികളൊക്കെ കൂട്ടി ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ടായത്. അപ്പോൾ കമ്മണിയാണെങ്കിൽ ഫ്രണ്ടിലിരുന്ന് അവനക്ക് ഈ ഒരു വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവിടെ തന്നെയായിരുന്നു അവനക്ക് ഇരിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായത്. കമ്മു അക്കൂനെന്താ വിളിക്കണം? നീ അക്കൂനെന്താ വിളിക്കണത്? അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു വ്യൂ കണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇറങ്ങി. അപ്പോൾ കുറച്ച് ഫോട്ടോസും എടുക്കാം. പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് മമ്മക്കൊക്കെ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഈ പ്ലേസിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ റോട്ടിൽ നമ്മൾ ടൗണിലേക്ക് പോണ വഴി ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ, ഇങ്ങനെ ഫുൾ തേയിലത്തോട്ടമുള്ള. അപ്പോൾ നോക്കി അടിപൊളി വ്യൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ കേസിൽ തണുപ്പിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ നമ്മൊട്ടും സ്വെറ്റ് ആവില്ല, എന്നാൽ നല്ല തണുപ്പില്ല, ഒരു മീഡിയം അത്രേ ഉള്ളൂ കേട്ടോ. തണുപ്പ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് നോക്കിക്കേ, നല്ലൊരു ഗ്ലൂമി ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോസും ഒക്കെ എടുത്ത്. മണമുണ്ടോ അമ്മ? ഇല്ലേ? ആ മണമുണ്ടോ? സോ ഞങ്ങൾ ഇനി അടുത്തത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ കുറച്ച് തേയിലത്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഞങ്ങൾ കയറി. ഇനി മാട്ടുപ്പെട്ടി ഡാമിൽ ഇപ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കിക്കേ, സൺസെറ്റ് ആയി തുടങ്ങി, അവിടെ കാണുന്നുണ്ടോ? അപ്പോൾ പോണ റൂട്ടിൽ നല്ല നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് കണ്ടിട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫോട്ടോസൊക്കെ എനിക്ക് കംപ്ലീറ്റ് എല്ലാവരുമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെച്ചിട്ടുണ്ടായി. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിട്ടോ. പിന്നെ ഇത് നമ്മൾ പോണത് ടൗണിലേക്കാണ്. ഫസ്റ്റ് ടൗണിൽ പോയിട്ടാണ് അപ്പുറത്തെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോണത്. അപ്പോഴത്തേക്കും സന്ധ്യ ആയി തുടങ്ങിയിട്ടുണ്ടായിട്ടോ, നേരിതായിട്ട് ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ എത്തി. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഈ ഒരു സ്ഥലത്ത് മാത്രം ക്രൗഡ് ഉണ്ടായിരുന്നില്ല, ബാക്കി പോയ സ്ഥലത്തൊക്കെ നിറച്ച് ട്രാവലറും ഒക്കെ ആയിട്ട് ബ്ലോക്കും ക്രൗഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇത്രയും ആൾക്കാരനെ ഒന്നിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പല എന്താ പറയുക, പല പ്ലേസിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഡാമിൻ്റെ അടിയിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കയാക്കിംഗ് ഒക്കെ ഇല്ല, അപ്പോൾ അതൊന്നും ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വന്ന വഴി കുറേ ഇങ്ങനെ കുതിരകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുതിര മറ്റേ റൈഡ് ഉണ്ടായിരുന്നു, ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു. പൈസ ചോദിക്കണേന് കുതിരനോട് അവൻ കണ്ടിട്ടില്ലല്ലോ, ആരാന്നൊക്കെ അവിടെ നിന്ന് കൈവച്ചൊക്കെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ആ പൈസത്തിന് ഇരുത്തിയപ്പോഴേക്കും അവനിക്ക് പേടിയായി. പിന്നെ ഞങ്ങൾ ആരും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാമൊക്കെ ഒന്ന് കണ്ട് ചുറ്റി കറങ്ങി കണ്ടിട്ട് പോകുന്നു. അപ്പോൾ സൈഡിലായിട്ട് ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് താഴേക്ക് പോകാം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ബോട്ട് റൈഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂടുതൽ താഴേക്ക് വെള്ളത്തിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ചെറിയ ഓരോ ഷോപ്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ലേഡീസ് ഐറ്റംസൊക്കെ എനിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നോക്കി. പിന്നെ നമ്മുടെ ഫാമിലിയിൽ മമ്മയുടെ ഫാമിലി ഞാനാണ് ആകെയുള്ളൊരു പെങ്കൊച്ച്. പിന്നെ എനിക്കുള്ള ലേഡീസ് ഐറ്റംസൊക്കെ നോക്കി. ഇപ്പോഴായപ്പോൾ ഞാനും അമ്മ ആൻറ്റി, ഇപ്പോഴെന്നല്ല ഒരു വിധം പ്രായമായപ്പോൾ ഞാനും അമ്മ ആൻറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇടാറ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച്. അപ്പോൾ ആൻറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത് ബ്ലാക്ക് എടുക്കുക, ബ്ലാക്ക് എൻ്റെ ഡ്രസ്സിന് നന്നായിട്ട് ചേരുമെന്ന്. അപ്പോൾ ഞാൻ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വെച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ.
അവിടെ ആണെങ്കിൽ വേറെ മിററും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് കറക്റ്റ് മാച്ചാന്ന് പറയാം. ഒരു ചെറിയ ഫ്ലവറൊക്കെ വന്നിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. അപ്പോൾ ഐസ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ അവനക്കും അതൊക്കെ വെച്ച് നോക്കി. പിന്നെ ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഹോം മെയ്ഡ് പോലത്തെ ചോക്ലേറ്റ്സ്. അപ്പോൾ അക്കു ഇതെന്തോ പൈനാപ്പിളിൻ്റെ ഫ്ലേവറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിൾ എനിക്ക് പൊതുവേ ചോക്ലേറ്റ്സിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടം. ഭയങ്കര കയ്പ്പ് വരുന്ന ഒരു ടൈപ്പ് ചോക്ലേറ്റ്സിൽ എനിക്ക് അങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ വേണ്ട. അപ്പോൾ നാളെയാണല്ലോ നമ്മൾ റിട്ടേൺ പോണത്. നാളെ പോണ വഴി മേടിച്ചാൽ മതി. ഇപ്പോൾ വെറുതെ മേടിച്ചിട്ട് കാറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ചോക്ലേറ്റ്സ് ഒക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ ഇല്ലേ, എന്താണ് ട്വിസ്റ്റഡ് പൊട്ടാറ്റോ, അതും പിന്നെ എനിക്ക് കോണ് ഭയങ്കര ഇഷ്ടമാണ്. കോണും ഇത് ഇത്രയൊക്കെ ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനൊരു കോണായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ എൻ്റെ അനിയൻ പാനിപ്പൂരിയും പിന്നെ സമൂസ ചാട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനപ്പോൾ പ്രോപ്പറായിട്ടൊന്നും വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരുത്തർ ഓരോ ഷോപ്പിലേക്ക് പോകുമ്പോഴും ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഓരോരോ വഴിയിലേക്ക് ഓരോരുത്തരൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് എല്ലായിടത്തും പോയിട്ട് ഷൂട്ട് ചെയ്യാനും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമായിരുന്നു കേട്ടോ. ഫോണൊന്നും ഞാൻ അങ്ങനെ ഫോട്ടോസിനൊക്കെ വേണ്ടി എടുക്കുമ്പോഴും വീഡിയോസൊക്കെ ചില ഏരിയയിലൊക്കെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു. ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. പിന്നെ അതിന് ഓരോരുത്തർക്ക് വേണ്ട നമ്മളുള്ള പാനിപ്പൂരി ആയിരുന്നു മേടിച്ചിട്ടുണ്ടായത്. പാനിപ്പൂരി എനിക്ക് മീട്ട പാനിയാണ് ഇഷ്ടം. ഇത് ഭയങ്കര പുളിയായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഫ്ലേവർ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ട്വിസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലും അത് കറക്റ്റ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിലൊക്കെ വന്ന ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യണേ കുറച്ച് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അബ്ബാക്കും മമ്മിക്കുമായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായത്. അത് കഴിച്ചപ്പോൾ നമ്മുടെ സാധാ പൊട്ടാറ്റോ ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മയണൈസും ടൊമാറ്റോ സോസൊക്കെ മുകളിൽ ഇങ്ങനെ ഇച്ചിരി സ്പ്രെഡ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരതൊക്കെ ടേസ്റ്റ് ചെയ്ത്. എനിക്ക് പാനിപ്പൂരി പേഴ്സണലി എനിക്കധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് മീട്ട ഫ്ലേവറാണ് ഇഷ്ടം. പിന്നെ അതിന് ഇതും ഞാൻ ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് വൈസ് നമുക്ക് സാധാ പൊട്ടാറ്റോ ഫ്രൈ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പൊതുവേ ഓരോ ചെറിയ ഷോപ്സിലൊക്കെ പോകുമ്പോഴും ഇങ്ങനത്തെയൊക്കെ സംഭവം നല്ല ടേസ്റ്റി അല്ലേ, നല്ല ക്രഞ്ചിയും ടേസ്റ്റ് ചെയ്യണം. ഇത് അത്ര അങ്ങനെ സംഭവമൊന്നും ആയിരുന്നില്ല. പിന്നെ കോണ് എല്ലാ ടേസ്റ്റും ഒന്ന് തന്നെയാണല്ലോ, എവിടെ ചെയ്താലും ടേസ്റ്റ് ഒന്ന് തന്നെ ആയതുകൊണ്ട് കോൺ അടിപൊളിയായിരുന്നു. പൈസത്തിനും ഭയങ്കര ഇഷ്ടമായത് നമ്മുടെ കോൺ തന്നെയായിരുന്നേ. പുറകിലോട്ട് വരും, ഞാൻ കൊള്ളൂല. കഴിച്ച് ഇങ്ങനെ അങ്ങനെ പിന്നെ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ മിക്ക കടകളും എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കണായിരുന്നു. എവിടെ ഇത് ബൗബൗടെ ഇത് അതല്ല ബൗബൗടെ ബൗബൗടെ വിളിക്ക് ബൗബോ. ദേ ബൗബോ പോണ്, ദേ ബൗബോ പോ. ഏത് വേണം നിനക്ക്? എന്ത് വേണം ഐസത്തിന്? എന്ത് വേണം? മിഠായി വേണോ കമ്മണിക്ക്? മേച്ചറാട്ടാ ദീദി വാ, ഇവിടെ വാ. ചാറ്റ പോലെ നീ ചാറ്റ കൊടുക്ക്, മിഠായി മേടിച്ചാലോ ദീദി. ഐസത്തിൻ്റെ കലിപ്പ് ഫേസ് നോക്കി ദേഷ്യം പിടിച്ചിട്ടിരിക്കണമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഡിന്നറൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് റൂമിൽ കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നൈറ്റ് വ്യൂ. പിന്നെ അപ്പുറത്തെ സൈഡൊന്നും നമുക്കിപ്പോൾ നൈറ്റ് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമെത്തി. അപ്പോൾ ഡിന്നറൊക്കെ വന്ന വഴി കണ്ടല്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡിന്നർ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ രാവിലെ വെളുപ്പിനാണ്, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാനൊക്കെ വേണ്ടി. അപ്പോൾ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. വട്ടവടയാണ് പോകണം. ഇന്ന് ഞങ്ങൾ മൂന്നാറൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തെന്നുള്ളൂ, നാളെ വട്ടവട പോകണം. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അവരൊക്കെ അപ്പുറത്തെ റൂമിലാണ്. ഐസം കല്യാണത്തിന് പോണാണ്. ഐസം ജാക്കറ്റ് ഒക്കെ ഇട്ട്. അയ്യോ ഐസത്തിന്റെ ഇവിടെ എന്ത് പറ്റി? ദീദി ലിപ്സ്റ്റിക് എടുത്താ നീ? പിന്നെ അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും ഫ്രഷ് ആയിട്ട്
ഡിന്നറൊക്കെ കഴിച്ച്. ഇത് മറ്റേ നീർദോശയായിരുന്നു കേട്ടോ, അതും പിന്നെ ബീഫിൻ്റെ കറി, ബീഫ് ഫ്രൈ ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഐസത്തിനെയൊക്കെ കളിപ്പിച്ചു. I love you. ഗൗരവ I love you. ഐസത്തിന്റെ മുടി സ്പൈക്ക് ചെയ്യാനൊന്നുമില്ല. ഹലോ ഹലോ വിളിച്ചേ. ഹലോ ആരെന്നെ വിളിക്കണ? വാപ്പിനെ വിളിക്ക. വാപ്പ എവിടെ? വാപ്പാന്ന് പറഞ്ഞേ. വാന്ന് പറഞ്ഞേ. വാ വേഗം വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ. ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഇനി നാളത്തെ വട്ടവടയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ. Thank you.